കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് ഇന്ന് എന്തെങ്കിലും സാംസ്കാരികമായ ഉന്നമനം അല്ലെങ്കിൽ അവരുടെ ജീവിത രീതിയിൽ അവരുടെ പുരോഗതിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലെ ഒരു പ്രധാന ചാലക ശക്തി എന്ന് പറയുന്നത് ആകാശവാണിയിൽ പതിവായി പ്രക്ഷേപണം ചെയ്തിരുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പരിപാടിയായിരുന്നു. വനിതകളുടെ അവകാശങ്ങളെക്കുറിച്ചായാലും വനിതകളുടെ ആരോഗ്യ മേഖലയിലുള്ള മാറ്റങ്ങളെക്കുറിച്ചായാലും വനിതകളുടെ സാക്ഷരതാ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കാര്യത്തിലായാലും വനിതകൾക്ക് ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട മാറ്റങ്ങളെക്കുറിച്ചുള്ള വലിയ സന്ദേശങ്ങൾ നൽകിയിരുന്ന ഒരു പരിപാടിയായിരുന്നു ഈ മഹിളാലയം. അത് തിരുവനന്തപുരം നിലയത്തിൽ ഒരുപാട് കാലം അതിൻ്റെ ചുമതല വഹിച്ചിരുന്നത് എസ് സരസ്വതി അമ്മ എന്ന ഒരു ആളായിരുന്നു. അവരെ മഹിളാലയം ചേച്ചി എന്നാണ് കേരള സമൂഹത്തിൽ അറിയപ്പെട്ടിരുന്നത്. അവർ റിട്ടയർ ചെയ്യുന്ന കാലം വരെ മഹിളാലയം ചേച്ചിയായി തുടർന്നു. അങ്ങനെ പിന്നീട് ഒരുപാട് പേര് അതിൻ്റെ സാരഥ്യം വഹിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഈ പരിപാടികളിലൂടെ വലിയ എഴുത്തുകാർ അതുപോലെ വലിയ കലാകാരികളൊക്കെ കേരള സമൂഹത്തിൽ വലിയ സംഭാവന ചെയ്തിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന പുസ്തകം. ആ പുസ്തകം ആദ്യം മഹിളാലയത്തിൽ പ്രസാദം എന്ന പേരിൽ ഒരു തുടർ നാടകമായിട്ട് പ്രക്ഷേപണം ചെയ്ത ഒരു കഥയാണ്, ഒരു നാടകമാണ്, റേഡിയോ നാടകമാണ്. ആ റേഡിയോ നാടകമാണ് പിന്നീട് അഗ്നിസാക്ഷി എന്ന പേരിൽ പുസ്തകമാവുകയും നമുക്കറിയാം ആദ്യത്തെ വയലാർ രാമവർമ്മ അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ നേടുകയും ഒക്കെ ചെയ്ത പുസ്തകം. അങ്ങനെ ഒരുപാട് സ്ത്രീ എഴുത്തുകാർ അവരുടെ രചനകൾ ആദ്യമായി വെളിച്ചം കണ്ടത് ഈ മഹിളാലയം പരിപാടിയിലൂടെയാണ്. അങ്ങനെ ഞാൻ സൂചിപ്പിച്ചുള്ളപ്പോഴാണ് ഈ നാടകത്തെക്കുറിച്ച് ഞാൻ പരാമർശിച്ചത്. നാടകം എന്ന് പറയുന്നത് റേഡിയോ നാടകം പ്രത്യേകിച്ചൊരു വലിയ പ്രധാനപ്പെട്ട ഒരു കലാരൂപമായി ലോകമെമ്പാടും അംഗീകരിക്കുന്നുണ്ട്. വലിയ ശ്രോതാക്കളാണ് ഈ റേഡിയോ നാടകങ്ങൾക്കുണ്ടായിരുന്നത്. നാടക വിഭാഗം എന്നൊരു പ്രത്യേക വിഭാഗം തന്നെ ആകാശവാണിയിലുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മദ്രാസ് റേഡിയോ നിലയത്തിൽ ആദ്യമായി ഹരിചന്ദ്ര എന്ന സംഗീത നാടകം അവതരിപ്പിച്ചിരുന്നത് ലൈവായിട്ടായിരുന്നു. ഈ നാടകം അവതരിപ്പിച്ചിരുന്ന ആദ്യകാലത്തൊക്കെ ഈ നാടകം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതാണെന്ന് വിചാരിച്ചിരുന്ന റേഡിയോ ശ്രോതാക്കൾ ഉണ്ടായിരുന്നു ലോകത്ത്. 1938 അമേരിക്കയിൽ നമ്മുടെ H.G. വെൽസിൻ്റെ വാർ ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന കഥ ഓർസൺ വെൽസ് എടുത്ത് നാടകമാക്കി പ്രക്ഷേപണം ചെയ്തു. ഈ നാടകം പ്രക്ഷേപണം ചെയ്ത സമയത്ത് ഇതിൻ്റെ കഥയെന്ന് പറയുന്നത് ഈ അന്യഗ്രഹത്തിൽ നിന്നുള്ള അന്യഗ്രഹ ജീവികൾ വന്നിട്ട് ഭൂമിയെ ആക്രമിക്കുന്ന ഒരു പ്രമേയമായിരുന്നു. ഈ നാടകം പ്രക്ഷേപണം ചെയ്ത് കേട്ട ആളുകൾ ഇത് യഥാർത്ഥ സംഭവമാണെന്ന് വിചാരിച്ചു. സത്യത്തിൽ ആ നാടകത്തിൻ്റെ ഫോമാറ്റ് അത്തരത്തിലായിരുന്നു. ഒരു വാർത്താ അവതാരകൻ വാർത്ത വായിക്കുകയും അതിനിടയിൽ ഇന്നത്തെ ഈ വാർത്താ അവതാരകരുടെ ഇടയിൽ നടക്കുന്ന റിപ്പോർട്ടിംഗ് ഉണ്ടല്ലോ, അത്തരം റിപ്പോർട്ടിംഗ് പോലെ ഒരു റിപ്പോർട്ടിംഗ് ആയിരുന്നു ഈ നാടകത്തിൻ്റെ ഒരു രീതി. അതിൻ്റെ ഫോമാറ്റ് അങ്ങനെയായിരുന്നു. അപ്പോൾ ഇത് കേട്ടവരെല്ലാം ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ് എന്ന് വിചാരിച്ച് ആളുകൾ വീട് വിട്ടിറങ്ങി ഓടാൻ തുടങ്ങി. അവസാനം ന്യൂയോർക്കിൽ പോലീസ് ഇടപെടുകയും അവർ മെഗാഫോണിലൂടെ നാട്ടിൽ മുഴുവൻ വിളിച്ചു പറഞ്ഞു, ഇത് വെറും നാടകമാണ്, ഇത് യഥാർത്ഥ സംഭവമല്ല എന്ന് പറയുകയും റേഡിയോ സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഈ നാടകം നിർത്തിവെക്കുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതാണ് റേഡിയോ നാടകങ്ങളുടെ ഒരു ശക്തി. അതിനുശേഷം ലോകത്തെ എല്ലാ റേഡിയോ നിലയങ്ങളിലും റേഡിയോ നാടകങ്ങളുണ്ട്. തിരുവനന്തപുരത്തും വലിയ പ്രഗത്ഭരായ ആളുകൾ റേഡിയോ നാടകത്തിൻ്റെ സാരഥ്യം വഹിക്കുകയും വളരെ പ്രധാനപ്പെട്ട ആളുകൾ റേഡിയോയിൽ എഴുതുകയും വളരെ പ്രധാനപ്പെട്ട നടീനടന്മാർ റേഡിയോ നാടകങ്ങൾ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഈ ചലച്ചിത്രോത്സവങ്ങൾ പോലെ അത്ര പ്രശസ്തമായിരുന്നു, അത്ര പേര് കേട്ടതായിരുന്നു ഈ റേഡിയോ നാടകോത്സവം. എല്ലാ മാസവും എല്ലാ ആഴ്ചയിലും റേഡിയോ നാടകങ്ങളുണ്ട്. അതുകൂടാതെ വർഷത്തിൽ ഒരാഴ്ച 7 ദിവസം നീണ്ടു നിൽക്കുന്ന റേഡിയോ നാടകോത്സവങ്ങളുണ്ട്. അത് വലിയ പ്രഗത്ഭരായ ആളുകൾ എഴുതുകയും വളരെ പ്രഗത്ഭരായ നടീനടന്മാർ അഭിനയിക്കുകയും ഒക്കെ ചെയ്ത ഒരു പരിപാടിയായിരുന്നു. മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട നടന്മാർ സത്യൻ, പ്രേംനസീർ, അടൂർ ഭാസി, അടൂർ പങ്കജം, അല്ലെങ്കിൽ കവിയൂർ പൊന്നം, അങ്ങനെ പഴയ തലമുറയിൽപ്പെട്ട എല്ലാ നടീനടന്മാരും പുതിയ തലമുറയിൽപ്പെട്ട ആളുകളും ഈ റേഡിയോ നാടകങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. അന്ന് ഈ റേഡിയോ നാടകോത്സവം കേൾക്കാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റേഡിയോ എല്ലാ വീടുകളിലും ഇല്ലെങ്കിൽ പോലും വൈകുന്നേരം ഈ റേഡിയോ നാടകോത്സവം കേൾക്കാനായിട്ട് ആളുകൾ റേഡിയോ ഉള്ള വീടുകളിൽ പോയി അത്താഴമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കാത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത്ര പ്രശസ്തമായിരുന്നു റേഡിയോ നാടകം. എനിക്ക് തോന്നുന്നത് ഈ റേഡിയോ നാടകം ഒരു കലാരൂപം എന്ന നിലയിൽ വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയോ അതേക്കുറിച്ച് പഠനങ്ങൾ നടക്കുകയോ അതേക്കുറിച്ച് ഗവേഷണങ്ങൾ നടക്കുകയോ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്ത് നമ്മൾ മൊത്തത്തിലെടുത്താൽ
നാടകത്തിന് വേണ്ടി എത്രമാത്രം ബഡ്ജറ്റ് മറ്റെല്ലാ സ്ഥാപനങ്ങളും കൂടി മാറ്റിവെക്കുന്നോ അതിനേക്കാൾ കൂടുതൽ തുക മുടക്കിയാണ് ഈ റേഡിയോ നാടകങ്ങൾ, അല്ലെ അതിനേക്കാൾ കൂടുതൽ ബഡ്ജറ്റാണ് ഈ റേഡിയോ നാടകങ്ങൾക്കായി റേഡിയോ നീക്കിവെക്കുന്നത്. അതൊരു വളരെ പ്രധാനപ്പെട്ട വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. പക്ഷേ ഇത്തരം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടായിട്ടും എനിക്ക് തോന്നുന്നു റേഡിയോ നാടകം വേണ്ടത്ര രീതിയിൽ ഒരു കലാരൂപം എന്ന നിലയിൽ പഠിക്കപ്പെടുകയോ ശ്രദ്ധിക്കപ്പെടുകയോ ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നത്, ഇപ്പം കേന്ദ്ര സംഗീത നാടക അക്കാദമി ആയാലും കേരളത്തിലെ സംഗീത നാടക അക്കാദമി ആയാലും സ്കൂൾ ഓഫ് ഡ്രാമ ആയാലും നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ആയാലും ഇവിടെയൊന്നും റേഡിയോ നാടകങ്ങൾ ഒരു വിഷയമായി പഠിപ്പിക്കുകയോ അതിനെ സംബന്ധിച്ച ഗവേഷണങ്ങൾ നടക്കുകയോ വളരെ ഗൗരവപരമായ എഴുത്തുകാർ ആ രംഗത്തേക്ക് വരികയോ ചെയ്തിട്ടില്ല. എന്തോ ഈ ശ്രവ്യ നാടകത്തിന് ഒരു രണ്ടാംകിട നാടകമാണെന്ന് ഈ നാടക പ്രവർത്തകരും നാടക രചയിതാക്കളുമൊക്കെ കരുതി എന്ന് തോന്നുന്നു. പക്ഷേ ഇതിൻ്റെ സ്വീകാര്യത ഈ സ്റ്റേജ് നാടകങ്ങളെക്കാൾ അല്ലെങ്കിൽ മറ്റുള്ള നാടകങ്ങളെക്കാൾ വളരെ വളരെ മടങ്ങ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. കാരണം റേഡിയോ ഒരു പ്രധാനപ്പെട്ട ബഹുജന മാധ്യമമായി നിലനിന്നിരുന്ന കാലത്ത് ഒരു റേഡിയോ നാടകം പ്രക്ഷേപണം ചെയ്യുമ്പോൾ അത് ഗൃഹസദസ്സുകളിലിരുന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് കേൾക്കുക. നമുക്കൊരു റേഡിയോ നാടകം ഒരു സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഉത്സവ പറമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അത് കേൾക്കുന്ന ആളുകളുടെ എണ്ണത്തിന് ഒരു 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 പരിധി ഉണ്ടാവും. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ലക്ഷക്കണക്കിന് വീടുകളിലേക്കാണ് എത്തുക. ഇനി ഈ റേഡിയോ നാടകങ്ങളെക്കുറിച്ച് നമ്മൾ പൊതുവെ പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ സ്റ്റേജിൽ നമ്മളൊരു നാടകം കാണുമ്പോൾ നിങ്ങൾ ആ സ്റ്റേജിൻ്റെ ഫ്രെയിമിനുള്ളിൽ കാണുന്ന ദൃശ്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുക. റേഡിയോ നാടകം മനുഷ്യൻ്റെ മനസ്സിലാണ് നടക്കുക. നമ്മൾ കാതിലൂടെ കേട്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ ഈ നാടകം നടത്തുകയാണ്. അതിനെ നമ്മൾ തിയേറ്റർ ഓഫ് ദ മൈൻഡ് എന്നാണ് പറയുക. മനസ്സാണ് നമ്മുടെ തിയേറ്ററായി രൂപപ്പെടുന്നത്. മനസ്സിനുള്ളിലാണ് നാടകം നടക്കുന്നത്, മനസ്സിനുള്ളിലാണ് നടീനടന്മാരുണ്ടാകുന്നത്. അപ്പോൾ ഓരോ ആളുകളുടെയും ഭാവനയ്ക്കനുസരിച്ച് ഈ നാടകത്തെ പുനഃസൃഷ്ടിക്കാൻ കഴിയും. അങ്ങനെയാണ് നാടകങ്ങൾ ആസ്വദിക്കുന്നതും കേൾക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. സത്യത്തിൽ നാടകം കേൾക്കുകയായിരുന്നില്ല, നാടകം അനുഭവിക്കുകയായിരുന്നു. ഈ നാടകത്തിൻ്റെ ഒരു ഭാഗമായി നമ്മളുടെ ഓരോ ശ്രോതാക്കളും മാറുകയായിരുന്നു. അപ്പോൾ 1,00,000 പേർ ഒരു നാടകം കേൾക്കുകയാണെങ്കിൽ 1,00,000 വ്യത്യസ്തമായ നാടകങ്ങൾ ഈ 1,00,000 ആളുകളുടെ മനസ്സിൽ രൂപപ്പെടുന്നു എന്നുള്ളതാണ് റേഡിയോ നാടകത്തിൻ്റെ ശക്തി. റേഡിയോ നാടകത്തിൻ്റെ സാധ്യത അതായിരുന്നു. പക്ഷേ ഈ സാധ്യത പിന്നീടുള്ള കാലത്ത് വേണ്ടപ്പെട്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം മറ്റുള്ള മാധ്യമങ്ങളുടെ വരവും സിനിമ പോലുള്ള മാധ്യമങ്ങൾ കൂടുതൽ ജനപ്രീതി നേടുകയും അതിൻ്റെ ഈ ദൃശ്യ ഭംഗിയിലേക്ക് ആളുകൾ ഭ്രമിച്ചു പോവുകയും സ്വാഭാവികമായിട്ടും അത്തരത്തിലേക്ക് ആളുകൾ മാറുകയും ചെയ്തതാണ് എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ ഇന്നും റേഡിയോ നാടകം എന്ന് പറയുന്നത് വളരെ ശക്തമായൊരു മാധ്യമമാണ്. അതിൻ്റെ പൂർണ്ണ രൂപത്തിലല്ലെങ്കിലും ചെറിയ രൂപത്തിലെങ്കിലും ഇന്നും റേഡിയോ നാടകം നിലനിൽക്കുകയും എല്ലാ റേഡിയോ സ്റ്റേഷൻ, അത് ആകാശവാണിയുടെ മാത്രമല്ല എല്ലാ റേഡിയോ സ്റ്റേഷൻ്റെയും പരിപാടികളിലെ ഒരു പ്രധാനപ്പെട്ട ഇനവുമാണ്.